കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ദേവിയുടെ 661 നാമത്തിലാണ് നിർത്തിയത്. ഇന്ന് നമുക്ക് 662 മുതൽ 694 വരെയുള്ള നാമങ്ങൾ നോക്കാം. ശ്ലോകങ്ങൾ 131 മുതൽ 135 വരെ. 131 ശ്ലോകം. അഷ്ടമൂർത്തിരജാജൈത്രി ലോകയാത്രാവിധായിനി ഏകാകിനി ഭൂമരൂപ നിർദ്വൈതാദ്വൈതവർജിത. അഷ്ടമൂർത്തിരജാജൈത്രി രണ്ട് നാമങ്ങളാണിവിടെ. അഷ്ടമൂർത്തി എന്നും അജാജൈത്രി എന്നും. അഷ്ടമൂർത്തി 8 ശരീരങ്ങളോട് കൂടിയവളാണ് ദേവിയെന്ന് ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നു. ഭവൻ, ശർവൻ, ഈശ്വരൻ, പശുപതി, രുദ്രൻ, ഉഗ്രൻ, ഭീമൻ, മഹാൻ എന്നിവരാണ് ശിവൻ്റെ അഷ്ടമൂർത്തി രൂപങ്ങൾ. ഈ ശിവൻ്റെ പത്നിയായ ശക്തിയായ ദേവിയുടെ അഷ്ടരൂപങ്ങൾ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, സൂര്യൻ, ചന്ദ്രൻ, പുരുഷൻ എന്നിവയാണ് എന്ന് പറയുന്നു. ഇതുകൊണ്ടാണ് ദേവിയെ അഷ്ടമൂർത്തി രൂപത്തിൽ വിശേഷിപ്പിക്കുന്നത്. മത്സ്യപുരാണത്തിൽ ദേവിയുടെ 8 മൂർത്തി രൂപങ്ങളായി പറയുന്നത് ലക്ഷ്മി, മേധ, ധര, പുഷ്ടി, ഗൗരി, തുഷ്ടി, പ്രഭ, ധൃതി എന്നിവയാണ്. അജാജൈത്രി, അജ എന്നാൽ അവിദ്യ എന്ന് പറയുന്നു. അങ്ങനെയുള്ള അജയെ, അതായത് അവിദ്യയെ ജയിച്ചവളാണ് ദേവി എന്ന് ഇവിടെ പറയുന്നു. ഏതൊരു ജീവിയുടെയും ജന്മം തുടങ്ങുമ്പോൾ തന്നെ അനാദിയായ അജ്ഞാനവും, അതായത് അവിദ്യയും ഒപ്പമുണ്ട് എന്ന് പറയുന്നു. ഉപാസകരിൽ ദേവിക്ക് പ്രീതി തോന്നി ജ്ഞാനം നൽകുമ്പോൾ അവർ അവിദ്യയെ ജയിക്കുന്നു. ഉപാസകനും ദേവിയും ഒന്നാണ് എന്നെടുത്താൽ ദേവി അവിദ്യയെ ജയിക്കുന്നവൾ തന്നെയെന്ന് കാണാം. ലോകയാത്രാ വിധായിനി, ലോകഗതിയെ ചിട്ടപ്പെടുത്തിയവൾ, അതായത് വിധായിനി. ലോക പ്രളയത്തെ നിർവഹിക്കുന്നവൾ എന്നൊക്കെയാണ് ഈ നാമം കൊണ്ട് ദേവിയെ വിശേഷിപ്പിക്കുന്നത്. ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം അത് എങ്ങനെ നടത്തണമെന്ന് നിശ്ചയിക്കുന്നതും സൃഷ്ടികർത്തയായ ദേവി തന്നെയാണ് എന്ന് പറയുന്നു. ഏകാകിനി, ഒറ്റയ്ക്കിരിക്കുന്നവളാണ് ദേവിയെന്ന് അർത്ഥമാക്കുന്നു. കേവല എന്ന നാമം നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ. ദേവി അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. ഭൂമരൂപ, ദേവിയെ ബ്രഹ്മസ്വരൂപിണി, ബഹുസ്വരൂപിണി എന്നൊക്കെ ഇവിടെ വിശേഷിപ്പിക്കുന്നു. ഭൂമാവ് എന്നാൽ ബ്രഹ്മം തന്നെയാണ് എന്ന് പറയുന്നു. നിർദ്വൈതാദ്വൈതവർജിത, 2 നാമങ്ങളാണിവിടെ. നിർദ്വൈത എന്നും ദ്വൈതവർജിത എന്നും. നിർദ്വൈത, ദ്വൈതഭാവന, താനല്ലാതെ മറ്റൊന്നുകൂടി ഉണ്ടെന്ന ഭാവന, തീരെ ഇല്ലാത്തവളാണ് ദേവിയെന്ന് ഈ നാമം കാണിക്കുന്നു. ദേവി കേവലയാണ്, ഏകാകിനിയാണ് എന്നൊക്കെ നമ്മൾ കണ്ടുവല്ലോ. ദ്വൈതവർജിത, ദ്വൈതഭാവം തീരെയില്ലാത്തവളെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. ദ്വൈതമായത് അല്പമാണ്, അതിന് നാശമുള്ളതാണ് എന്ന് പറയുന്നു. എന്നാൽ ദേവി ബ്രഹ്മസ്വരൂപിണിയാണ്, നിത്യയാണ്. ഈ പ്രപഞ്ചം തന്നെ ദേവിയാകുന്നു. 132 ശ്ലോകം. അന്നദാ വസുധാ വൃദ്ധ ബ്രഹ്മാത്മൈക്യസ്വരൂപിണി ബൃഹതി ബ്രാഹ്മണി ബ്രാഹ്മി ബ്രഹ്മാനന്ദാ ബലിപ്രിയ. അന്നദ, അന്നപൂർണേശ്വരിയുടെ രൂപമെടുത്ത ദേവിയെ അന്നം തരുന്നവൾ, അതായത് അന്നദാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഒരു കൈയിൽ അന്നപാത്രവും മറ്റേ കൈയിൽ തവിയും ഏന്തി ആവശ്യക്കാർക്കെല്ലാം അന്നം വിളമ്പി നൽകുവാൻ തയ്യാറായി നിൽക്കുന്നുവെന്നും ഭക്ത്യാദരവോടെ ദേവിയെ സമീപിച്ചാൽ ഉചിതമായ അന്നം ദേവി നൽകുമെന്നും പറയുന്നു. വസുധ, വസു എന്നാൽ സമ്പത്തെന്ന് പറയുന്നു. അപ്പോൾ ദേവിയെ വസുവിനെ, അതായത് സമ്പത്തിനെ ദാനം ചെയ്യുന്നവൾ എന്ന് പറയാം. ഭൂതസംഖ്യപ്രകാരം വസു എന്നാൽ 8 ആയതിനാൽ അണിമ തുടങ്ങിയ അഷ്ടസിദ്ധികളെ പ്രദാനം ചെയ്യുന്നവളാണ് ദേവിയെന്നും അർത്ഥം വരുന്നു. വൃദ്ധ, പുരാതന, വർദ്ധിക്കുന്നവൾ, എല്ലാ വൃദ്ധത്വവും തികഞ്ഞവൾ എന്നൊക്കെ നാമത്തിന് അർത്ഥം കാണുന്നു. ജഗത്തിൻ്റെ സൃഷ്ടിക്ക് മുൻപ് അനാദിയായ ശാശ്വതമായിട്ടുള്ളതാണ് ദേവി എന്നതിനാൽ ദേവി പുരാതന. ജഗത്തായി ദൃശ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ വൃദ്ധ, വർദ്ധിക്കുന്നവൾ എന്ന് പറയുന്നു. വൃദ്ധത്വങ്ങൾ 4 പറയുന്നു. ജ്ഞാനവൃദ്ധത്വം, ധർമ്മവൃദ്ധത്വം, വയോവൃദ്ധത്വം, ധനവൃദ്ധത്വം എന്നിവയാണവ. ഇവയെല്ലാം ദേവിക്ക് ചേരുന്നവയായതിനാൽ ദേവി വൃദ്ധ ആകുന്നു. ബ്രഹ്മാത്മൈക്യസ്വരൂപിണി, ബ്രഹ്മവും ആത്മാക്കളും തമ്മിലുള്ള ഐക്യത്തിൻ്റെ രൂപത്തോടു കൂടിയവളാണ് ദേവിയെന്ന് ഈ നാമത്തിൽ ദേവിയെ വിശേഷിപ്പിക്കുന്നു. ബ്രഹ്മത്തിനോട് ജീവാത്മാക്കളെ ഐക്യമാക്കുന്നത്, ചേർക്കുന്നത് ആണ് ദേവിയുടെ സ്വഭാവമെന്ന് പറയുന്നു. ജീവാത്മാക്കൾ ചൈതന്യവുമായി ചേരുന്നതാണത്രേ ദേവിയുടെ നിജരൂപം. ബൃഹതി, വളരെ മഹത്തായവൾ,
ബൃഹതി എന്ന ഛന്ദസ്സിൻ്റെ രൂപത്തിലുള്ളവൾ എന്നൊക്കെ ഇവിടെ ദേവിയെ വിശേഷിപ്പിക്കുന്നു. 36 അക്ഷരങ്ങളുള്ള ഒരു ഛന്ദസ്സ് ബൃഹതി എന്നറിയപ്പെടുന്നു. അത് ദേവി തന്നെയാണെന്ന് പറയുന്നു. കൂർമ്മപുരാണത്തിൽ ദേവി ഛന്ദസ്സുകളിൽ ഗായത്രിയാകുന്നു എന്ന് പറയുന്നു. ബ്രാഹ്മണി, ശിവപത്നി, ബ്രഹ്മി എന്ന ഔഷധച്ചെടി, ദിവ്യജ്ഞാനം എന്നൊക്കെ ഈ നാമത്തിന് അർത്ഥം പറയുന്നു. മഹാദേവൻ അതായത് സാംബശിവൻ ഒരു ബ്രാഹ്മണനാണെന്ന് പറയുന്നു. അപ്പോൾ ദേവി ബ്രാഹ്മണിയായി. സമയാചാര പദ്ധതിയിൽ ബ്രാഹ്മണി എന്നാൽ പുഷ്പങ്ങളാണ്. മകുടം പോലെയുള്ള ദിവ്യജ്ഞാനമാണ് ബ്രാഹ്മണി എന്നും പറയുന്നു. ബ്രാഹ്മി, ബ്രഹ്മാവിനെ സംബന്ധിച്ചവൾ എന്നാണ് ഈ നാമത്തിന് അർത്ഥം പറയുന്നത്. ബ്രഹ്മാവിൻ്റെ ശക്തിരൂപമാണ് ബ്രാഹ്മി, അതായത് സരസ്വതി. രക്തബീജാസുരനെ വധിക്കുന്നതിന് ത്രിമൂർത്തികളുടെ ശക്തിരൂപങ്ങൾ 3 ചേർന്ന് മാതൃക്കളായി അവതരിച്ചു. അതുകൊണ്ട് ദേവിയെ ബ്രാഹ്മി എന്ന് പറയുന്നു. ബ്രഹ്മാനന്ദ, ദേവിയെ ബ്രഹ്മാനന്ദമായിരിക്കുന്നവൾ എന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. ആനന്ദാനുഭൂതിയെ ഋഷീശ്വരന്മാർ 8 തരമായി തിരിച്ചിരിക്കുന്നു. വിഷയാനന്ദം, വാസനാനന്ദം, നിജാനന്ദം, മുഖ്യാനന്ദം, ആത്മാനന്ദം, അദ്വൈതാനന്ദം, ജ്ഞാനാനന്ദം, ബ്രഹ്മാനന്ദം എന്നിവയാണവ. അപ്പോൾ ദേവിയെ ബ്രഹ്മാനന്ദ സ്വരൂപിണി എന്ന് വിളിക്കുന്നു. ബലിപ്രിയ, ശ്രദ്ധാഭക്തിയോടെ അർപ്പിക്കുന്ന ഉപഹാരങ്ങളിൽ പ്രീതിയുള്ളവൾ, കാമക്രോധാദികളെ അടക്കുന്ന ബലവാന്മാരോട് പ്രീതിയുള്ളവൾ, അജ്ഞാനത്തെ ജയിച്ചവരോട് പ്രീതിയുള്ളവൾ, മഹാബലി ചക്രവർത്തിയോട് പ്രീതിയുള്ളവൾ എന്നൊക്കെ ഈ നാമത്തിനർത്ഥം കാണുന്നു. മഹാബലിയെ വിഷ്ണുവിന് വളരെ പ്രിയമാണ്. അതുപോലെ തന്നെയാണ് ദേവിക്കുമെന്ന് പറയുന്നു. 133 ശ്ലോകം. ഭാഷാരൂപാ ബൃഹത്സേന ഭാവാ ഭാവവിവർജിത സുഖാരാധ്യ ശുഭകരി ശോഭന സുലഭാഗതി. ഭാഷാരൂപ, ദേവിയെ ഇവിടെ ഭാഷകളാകുന്ന രൂപത്തോടു കൂടിയവൾ, ഭാഷകളാൽ രൂപപ്പെടുന്നവൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. ഭാഷകൾ പലതാണ്. ഏത് ഭാഷയായാലും അത് ദേവി തന്നെയാണ് എന്ന് പറയുന്നു. വാക്കുകളാൽ നാം നമ്മുടെ മനോവിചാരം അറിയിക്കുന്നു. ദേവി ശബ്ദബ്രഹ്മമായി പല ഭാഷകളുടെ രൂപത്തിൽ വർത്തിക്കുന്നു എന്ന് പറയുന്നു. ബൃഹത് സേന, വളരെ വലിയ സേനയോടുകൂടിയവളാണ് ദേവിയെന്ന് ഈ നാമത്തിൽ അർത്ഥം പറയുന്നു. 64 കോടി യോഗിനികൾ ദേവിയെ സേവിക്കുന്നതിന് പുറമെ ചതുരംഗസേനയെക്കുറിച്ചും ലളിതോപാഖ്യാനം, ദേവീമാഹാത്മ്യം എന്നിവയിൽ പ്രതിപാദിക്കുന്നു. ഭാവാഭാവവിവർജിത, ഈ നാമം ഭാവവിവർജിത എന്ന് ചൊല്ലരുത്. അഭാവവിവർജിത എന്നാണ് ശരിയായ രീതി. അപ്പോൾ ഈ നാമം കൊണ്ട് ദേവിയെ ഭാവങ്ങളും അഭാവങ്ങളും ഇല്ലാത്തവളെന്ന് വിശേഷിപ്പിക്കുന്നതായി കാണാം. ഉൽപ്പത്തിയും വിനാശവും ഇല്ലാത്തവളാണ് ദേവി. ഇത് രണ്ടുമില്ലാത്ത നിത്യയായ ദേവിക്ക് ഭാവവും അഭാവവും ഇല്ല. സുഖാരാധ്യ, സുഖമായ ക്ലേശങ്ങളില്ലാത്ത ആരാധനയ്ക്ക് യോഗ്യയായവളാണ് ദേവിയെന്ന് ഈ നാമത്തിന് അർത്ഥം വരുന്നു. ദേവീ ആരാധനയ്ക്ക് കർശനമായ ചിട്ടകൾ ആചാര്യന്മാർ വിധിച്ചിട്ടില്ല. ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ഏത് രൂപത്തിൽ ആരാധിച്ചാലും ദേവിക്ക് തൃപ്തിയാവുമെന്ന് പറയുന്നു. ശുഭകരി, ശുഭത്തെ പ്രദാനം ചെയ്യുന്നവളാണ് ശുഭകരി അല്ലെങ്കിൽ ശുഭപ്രദ. ദേവിക്ക് പൂർണ്ണ തൃപ്തി വന്ന് ഭക്തന്മാർക്ക് ശുഭങ്ങൾ വർഷിക്കുമെന്ന് ഉറപ്പാണെന്ന് പറയുന്നു. ശോഭന സുലഭാഗതി, ദേവി ശോഭനവും സുലഭവുമായ ഗതിയായിട്ടുള്ളവളാണ് എന്ന് പറയുന്നു. വിശ്വഘോഷത്തിൽ ഗതി എന്നതിന് പന്ഥാവ്, ഫലം, ജനം എന്നൊക്കെ അർത്ഥം കാണാം. ഒരു പുരുഷ ജന്മത്തിൽ ഏറ്റവും ശോഭനമായത് മോക്ഷമാണല്ലോ. എളുപ്പത്തിൽ മോക്ഷം നേടുവാനുള്ള പന്ഥാവാണ് ദേവിയെന്ന് പറയുന്നു. 134 ശ്ലോകം. രാജരാജേശ്വരി രാജ്യദായിനി രാജ്യവല്ലഭ രാജത്കൃപ രാജപീഠ നിവേശിത നിജാശ്രിത. രാജരാജേശ്വരി, രാജരാജാക്കന്മാർക്കും ഈശ്വരിയായവളെന്നാണ് ദേവിയെ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ഇന്ദ്രൻ, അഗ്നി, യമൻ, നിരുതി, വരുണൻ, വായു, കുബേരൻ, ഈശാനൻ എന്നീ രാജാക്കന്മാരുടെ ഇവർ ദിക്പാലകരാണ്. രാജാക്കന്മാരായി അധീശന്മാരായി പറയുന്നത് ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ എന്നിവരെയാണ്. ദിക്പാലകരുടെ നേതാവായ ഇന്ദ്രനും ചന്ദ്രനെ ധരിച്ചിരിക്കുന്ന പരമേശ്വരനും കുബേരനുമെല്ലാം രാജരാജേശ്വരന്മാർ എന്നറിയപ്പെടുന്നു. ഇവരുടെയെല്ലാം ഈശ്വരിയാണ് ദേവി. ഇവർ ദേവിയെ വണങ്ങുന്നു എന്ന് പറയുന്നു. രാജ്യദായിനി, രാജ്യം നഷ്ടപ്പെട്ടവർക്ക് രാജ്യം നൽകുന്നവൾ, ഭക്തർക്ക് ബ്രഹ്മലോകം, വൈകുണ്ഠം, കൈലാസം, ശ്രീപുരം തുടങ്ങിയ ലോകങ്ങൾ സ്വായത്തമാക്കി കൊടുക്കുന്നവൾ എന്നൊക്കെ ദേവിയെ വിശേഷിപ്പിക്കുന്നു. ശത്രുക്കളുടെ ആക്രമണത്താൽ രാജ്യം നഷ്ടപ്പെട്ട രാജാക്കന്മാർ
ദേവിയെ ഭജിച്ച് രാജ്യം വീണ്ടെടുത്തതായി പുരാണങ്ങളിൽ കാണാം. ദിക്പാലർ തുടങ്ങിയവർക്കെല്ലാം രാജ്യം നൽകിയത് ദേവിയാണെന്ന് പറയുന്നു. ഭക്തർക്ക് അവരുടെ യോഗ്യത അനുസരിച്ച് ബ്രഹ്മലോകം, വൈകുണ്ഠം, കൈലാസം, ശ്രീപുരം എന്നിവയിൽ ദേവി അർഹതപ്പെട്ട സ്ഥാനങ്ങൾ നൽകുന്നു എന്ന് പറയുന്നു. രാജ്യവല്ലഭ, ദേവിയെ ഇവിടെ രാജ്യങ്ങൾ ഇഷ്ടമായവൾ, രാജ്യങ്ങളിലെ രാജാക്കന്മാരെ ഇഷ്ടമായവൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. വൈകുണ്ഠം, കൈലാസം, ശ്രീപുരം എന്നിവയെല്ലാം ദേവിക്ക് പ്രധാനമായതാണ്. ബ്രഹ്മാദികൾ ശ്രീപുരത്തിൽ ചെന്ന് ദേവിയെ സേവിക്കുന്നതിനാൽ ദേവിക്ക് അവരോട് പ്രിയമാകുന്നു എന്ന് പറയുന്നു. രാജത് കൃപ, ശോഭിക്കുന്ന കൃപയോടുകൂടിയവളാണ് ദേവി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ദേവിയുടെ കൃപാകടാക്ഷം വളരെ പ്രസിദ്ധമാണ്. മാതാവിൻ്റെ കൃപ പിതാവിനേക്കാൾ കൂടുതലായി എവിടെയും പ്രകാശിക്കുന്നു. ലോകമാതാവായ ദേവിയുടെ കൃപ ഏറ്റവും വലുത് മുതൽ ഏറ്റവും ചെറുതുവരെയുള്ള എല്ലാ വസ്തുക്കളിലും വ്യാപിക്കുന്നു എന്ന് പറയുന്നു. രാജപീഠ നിവേശിത നിജാശ്രിത, തന്നെ ആശ്രയിക്കുന്നവരെ രാജപീഠത്തിൽ ഇരുത്തുന്നവളാണ് ദേവിയെന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്നു. ഭക്തന്മാർക്ക് ഉന്നത പദവി നൽകുന്നതിൽ ദേവിക്ക് വളരെ ഉത്സാഹവും സന്തോഷവുമാണ് എന്നും പറയുന്നു. 135 ശ്ലോകം. രാജ്യലക്ഷ്മി കോശനാഥ ചതുരംഗബലേശ്വരി സാമ്രാജ്യദായിനി സത്യസന്ധ സാഗരമേഖല. രാജ്യലക്ഷ്മി, ഇവിടെ ദേവിയെ രാജ്യത്തിൻ്റെ ലക്ഷ്മിയായിരിക്കുന്നവൾ, രാജ്യലക്ഷ്മി മന്ത്രത്തിൻ്റെ രൂപമായവൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. ദേവിയുടെ കൃപാകടാക്ഷത്താലാണ് ഓരോ രാജ്യത്തിലും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. തന്ത്രരാജ്യത്തിൽ രാജ്യലക്ഷ്മി എന്നൊരു മന്ത്രമുണ്ട്. ആ മന്ത്രത്തിൻ്റെ സ്വരൂപം തന്നെയാണ് ദേവിയെന്ന് പറയുന്നു. കോശനാഥ, കോശം എന്നതിന് രാജ്യലക്ഷ്മി എന്ന നാമത്തോടുകൂടെ പറയുമ്പോൾ ഭണ്ഡാരം എന്ന അർത്ഥം എടുക്കാം. പഞ്ചകോശങ്ങൾക്കും നാഥയായവളാണ് ദേവിയെന്ന് ഈ നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നു. ദേവിയുടെ കടാക്ഷം കൊണ്ട് മാത്രമേ ഭണ്ഡാരം നിറയുകയുള്ളൂ. അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം എന്നിങ്ങനെ 5 കോശങ്ങൾ എല്ലാ ജീവികളുടെയും സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരത്തിലുണ്ട്. അവ ആത്മാവിനെ മറിച്ച് താൻ തന്നെയാണ് ആത്മാവ് എന്ന് അഭിമാനിക്കുന്നു. ദേവി കോശങ്ങളുടെ നാഥയായി അവയുടെ പ്രവൃത്തിയെ നിയന്ത്രിക്കുന്നു. ചതുരംഗബലേശ്വരി, ചതുരംഗസേനയുടെ ഈശ്വരി, ചതുർവ്യൂഹങ്ങളുടെ ഈശ്വരി എന്നൊക്കെ നാമം ദേവിയെ വിശേഷിപ്പിക്കുന്നു. ആനപ്പട, കുതിരപ്പട, തേർപ്പട, കാലാൾപ്പട എന്ന 4 അംഗങ്ങളുള്ള സേനയാണ് ചതുരംഗസേന. അതിൻ്റെ ഈശ്വരി ദേവിയാണെന്ന് പറയുന്നു. ഈ പടകളാൽ വ്യൂഹം ചമച്ച് ധർമ്മത്തിൽ നിന്ന് ഒരു ച്യുതിയും വരാത്ത യുദ്ധരീതിയായിരുന്നു പണ്ടുകാലത്ത് ഭാരതത്തിൽ നിലനിന്നിരുന്നത്. അതിൻ്റെ ഈശ്വരിയാണ് ദേവി എന്ന് പറയുന്നു. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നിവയാണ് ജീവലോകത്തെ ചതുർവ്യൂഹങ്ങൾ. ഇവയ്ക്കൊക്കെ ഈശ്വരിയാണ് ദേവി എന്ന് പറയുന്നു. സാമ്രാജ്യദായിനി, ദേവി സാമ്രാജ്യം നൽകുന്നവളാണ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഭൂമി മുഴുവൻ തൻ്റെ ചൊൽപ്പടിയിൽ നിർത്തി രാജാക്കന്മാരുടെയെല്ലാം രാജാവാകുവാൻ ദേവിയുടെ അനുഗ്രഹം വേണമെന്ന് പറയുന്നു. സത്യസന്ധ, ദേവി സത്യം പരിരക്ഷിക്കുന്നവളാണ് എന്ന ഈ നാമം കൊണ്ട് വിശേഷിപ്പിക്കുന്നു. സന്ധ എന്നാൽ പ്രതിജ്ഞാമര്യാദകൾ എന്ന് അർത്ഥം പറയുന്നു. ദേവിയുടെ വാക്കുകൾ എക്കാലത്തും സത്യമായിരിക്കും. എപ്പോഴൊക്കെ ലോകത്തിൽ ദാനവർ മൂലം ധർമ്മച്യുതിയാൽ കഷ്ടം വരുന്നുവോ അപ്പോഴൊക്കെ അവതരിച്ച് ശത്രുക്കളെ നശിപ്പിക്കാം എന്ന് ബ്രഹ്മാദിദേവകൾക്ക് ദേവി വാക്കുകൊടുത്തിട്ടുണ്ട് എന്ന് ദുർഗാ സപ്തശതിയിൽ കാണാം. ഈ വാക്ക് എന്നും പാലിക്കപ്പെടുന്നു. സാഗരമേഖല, മേഖല എന്നാൽ അരഞ്ഞാണമെന്ന് ഇവിടെ അർത്ഥം പറയുന്നു. അപ്പോൾ ദേവി സമുദ്രങ്ങൾ അരഞ്ഞാണമാക്കിയവളാണ് എന്ന ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നു. സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂമി സ്വരൂപിണിയാണ് ദേവി എന്ന് അർത്ഥമാക്കുന്നു. 14 ലോകങ്ങളോടുകൂടിയ ദേവീ സ്വരൂപത്തെ ധ്യാനിക്കുമ്പോൾ ഭൂമി ദേവിയുടെ അരക്കെട്ടായി വരുന്നു. അരയിൽ ധരിച്ചിരിക്കുന്ന ഓഡ്യാണം, അരഞ്ഞാൺ എന്നിവ മേഖല എന്ന് പറയുന്നു. 694 നാമങ്ങൾ കഴിഞ്ഞു. 135 ശ്ലോകങ്ങളും. നമുക്കിനി ഇന്നത്തെ 5 ശ്ലോകങ്ങൾ ചൊല്ലാം. അഷ്ടമൂർത്തിരജാജൈത്രി ലോകയാത്രാവിധായിനി ഏകാകിനി ഭൂമരൂപ നിർദ്വൈതാദ്വൈതവർജിത അന്നദാ വസുധാ വൃദ്ധ ബ്രഹ്മാത്മൈക്യസ്വരൂപിണി ബൃഹതി ബ്രാഹ്മണി ബ്രാഹ്മി ബ്രഹ്മാനന്ദാ ബലിപ്രിയ ഭാഷാരൂപാ ബൃഹത്സേന ഭാവാ ഭാവവിവർജിത സുഖാരാധ്യ ശുഭകരി ശോഭന സുലഭാഗതി.
രാജരാജേശ്വരി രാജ്യദായിനി രാജ്യവല്ലഭ രാജത്കൃപ രാജപീഠ നിവേശിത നിജാശ്രിത രാജ്യലക്ഷ്മി കോശനാഥ ചതുരംഗബലേശ്വരി സാമ്രാജ്യദായിനി സത്യസന്ധ സാഗരമേഖല. 136 മുതൽ 140 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.